നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPM-ന് പണമുണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഇപ്പോൾ ഹിന്ദു വർഗീയ കാർഡ് കളിക്കുകയാണെന്നും ചെന്നിത്തല. പ്രസിദ്ധമായ പാർക്കാടിപ്പൂരം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരത്തിന്റെ വരവറിയിച്ച് വർണ്ണപ്പന്തലുകൾ ഒരുങ്ങി. പുരാഘോഷ കാഴ്ചകൾ ഉച്ചയ്ക്ക് 1:30 മുതൽ CCTV സിനിമ ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം ആസ്വദിക്കാം. കടങ്ങോട് പാറപ്പുറത്തു നിന്നും തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് കാണാതായ പ്രദേശവാസിയായ കരുവാത്ത് വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടിയും അസ്ഥികളുമെന്ന് നിഗമനം. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ 10-ന് CCTV കോൺഫറൻസ് ഹാളിൽ സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിക്കും. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ പുസ്തകം ഏറ്റുവാങ്ങും. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPM-ന് പണം ഉണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. ഭരണം അവസാനിക്കാൻ പോകുന്നതിന് മുന്നോടിയായുള്ള കടുംവെട്ടാണിത്. ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ വെള്ളം വേണ്ടിവരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കാനാകില്ല. എക്സൈസ് വകുപ്പ് CPM-ന് കറവപ്പശുവാണ്. ഒയാസിസ് എന്ന കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനിയാണ്. ഡൽഹി അഴിമതി കേസിൽ ഉൾപ്പെട്ട ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ടെൻഡർ വിളിക്കാതെ ഒരു അപേക്ഷ എഴുതി വാങ്ങി മന്ത്രിസഭ അനുമതി കൊടുക്കുകയാണുണ്ടായത്. മഴനിഴൽ പ്രദേശമാണ്. ഒരു കാരണവശാലും ജനങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോഴാണ് ഇത് ഈ കമ്പനിക്ക് 5 കോടി ലിറ്റർ ഒരു വർഷം വേണ്ടി വരുന്നത്. അപ്പോൾ MP രാജേഷ് പറയുന്നത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചത്. അതോറിറ്റി അതാണ് പ്രശ്നം. ഭൂഗർഭജലം ഉപയോഗിച്ച് ഇവിടെ മദ്യനിർമ്മാണം നടത്താനുള്ള നടപടിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതാണ് പ്രശ്നം. അതിനെ എന്ത് ശക്തിയായിട്ടാണ് ഞാൻ ഇതിനകത്ത് മന്ത്രി തന്റെ നിലപാട് വ്യക്തമാണ്. ഇതാരാണ് ഇതിന്റെ പുറകില്? മുഖ്യമന്ത്രി നേരിട്ടാണോ അതെങ്ങനെയാണ്? അല്ല, ഇത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഇടപാടാണ്. LDF പോലും അറിയാതെ നടന്ന ഈ ഇടപാട് രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ഏകാധിപത്യ രീതിയിലാണ് നടപ്പാക്കിയത്. അതുകൊണ്ടുതന്നെ മന്ത്രി MP രാജേഷിന് ഇത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഇനി ബ്രൂവറി വേണ്ടെന്ന് 1999 തീരുമാനമുണ്ട്. ഇത് നിലനിൽക്കെയാണ് ആരും അറിയാതെ പുതിയ തീരുമാനം. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇതിനെ നേരിടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതെല്ലാം വളരെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ ആവശ്യമില്ലാത്തൊരു പദ്ധതി ഒരു കുത്തക പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത് അതുവഴി ഒരു വലിയ അഴിമതി നടത്താനുള്ള പരിപാടിയാണ് ഗവൺമെന്റ്. അതാലും പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. ഇതൊരു കടുംവെട്ടാണ്. ഇനി ഭരണം തീരാൻ അതേ സമയം ഇല്ലാത്തത് കൊണ്ട് കടുംവെട്ട് വെട്ടുന്ന നടപടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട്. കൊലക്കേസ് പ്രതിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. തൃശൂർ ജില്ലാ കളക്ടറുടെ കരുതൽ തടങ്കൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഉൾപ്പെട്ട് വിയ്യൂർ ജില്ലാ ജയിലിൽ തടവിൽ പാർപ്പിച്ചിരുന്ന മണത്തല ഐനിപ്പുള്ളി പള്ളിപ്പറമ്പിൽ ഗോപിനാഥന്റെ മകൻ അനീഷിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP KM ബിജുവിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ തയ്യാറാക്കിയ കാപ്പ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലടച്ചത്. BJP പ്രവർത്തകനായിരുന്ന ചാവക്കാട് ചാപ്പറമ്പ് കൊപ്പര ബിജു വധക്കേസിലെ 1-ാം പ്രതിയാണ് SDPI പ്രവർത്തകൻ കൂടിയായിരുന്ന അനീഷ്. വിവിധ സ്റ്റേഷനുകളിലായി കൊലപാതകം, സംഘം ചേർന്ന് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു പരിക്കേൽപ്പിക്കൽ, വധശ്രമം, ദേഹോപദ്രവം തുടങ്ങിയ വിവിധ കേസുകൾ ഇയാൾക്കെതിരെയുള്ള സാഹചര്യത്തിലായിരുന്നു കാപ്പ ചുമത്തി നടപടി സ്വീകരിച്ചത്. പ്രസിദ്ധമായ പാർക്കാടിപ്പൂരം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരത്തിന്റെ വരവറിയിച്ച് വർണ്ണപ്പന്തൽ ഒരുങ്ങി. പൂരാഘോഷ കാഴ്ചകൾ ഉച്ചയ്ക്ക് 1:30 മുതൽ CCTV സിനിമ ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം ആസ്വദിക്കാം. ചിറ്റഞ്ഞൂർ പ്രവാസി കൂട്ടായ്മയും വർണ്ണം ചെറുവത്താണിയുടെയും നേതൃത്വത്തിലാണ് ക്ഷേത്രമുറ്റത്ത് വർണ്ണപ്പന്തൽ ഒരുക്കിയത്. നിമിഷനേരങ്ങൾക്കുള്ളിൽ വ്യത്യസ്ത രൂപങ്ങൾ വർണ്ണപ്പന്തലിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാനായി നിരവധി പേരാണ് എത്തുന്നത്. പൂരദിവസമായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ എന്നിവയ്ക്ക് ശേഷം പൊങ്കാല സമർപ്പണമുണ്ടാകും.
ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പിതൃകോവിൽ പാർത്ഥസാരഥി ഭഗവതിയുടെ തിടമ്പേറ്റും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ചൊവ്വല്ലൂർ മോഹനൻ, ചൊവ്വല്ലൂർ സുനിൽ, വെള്ളിത്തിരുത്തി ദിനേശ് എന്നിവരുടെ നടപ്പുര പഞ്ചാരിക്ക് ശേഷം ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തും. തുടർന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 35ഓളം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് കാവടി, തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വരവുണ്ടാകും. രാത്രി 9 മണിക്ക് യുവജന ബാലസംഘം അഞ്ഞൂർകുന്നിന്റെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേക് പ്രമാണിത്വം വഹിക്കുന്ന നടപ്പുരമേളവും രാത്രി 2 മണിക്ക് ദേവസ്വം പൂരവും എഴുന്നള്ളിക്കും. 20-ാം തീയതി പുലർച്ചെ 4:45 പൊങ്ങിലടിയോടുകൂടി പൂരത്തിന് സമാപനമാകും. ക്ഷേത്രം ട്രസ്റ്റിയും മേൽശാന്തിയുമായ ശങ്കരൻ നമ്പൂതിരി, കീഴ്ശാന്തി സജീഷ് എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. പൂരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നിയമപാലകരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഉത്സവ ദിവസം അഞ്ഞൂർ കുന്നംകുളം റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പൂരം തത്സമയം CCTVയിൽ സംപ്രേഷണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വോയിസ് ആൻഡ് വിഷൻ കേബിൾ ഓപ്പറേറ്റർ എഡ്വിൻ അഞ്ഞൂർ പറഞ്ഞു. പ്രസിദ്ധമായ ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂരം ജനുവരി 24 വെള്ളിയാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂരദിവസം രാവിലെ നടക്കൽപ്പറ, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം മംഗലത്തുമനയിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ ദേശപൂരങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം ആരംഭിക്കും. വൈകിട്ട് 6-ന് വേലവരവ്, 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പും തുടങ്ങും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ഊട്ടോളി അനന്തൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഗുരുവായൂർ ഇന്ദ്രസൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരക്കും. തുടർന്ന് തെയ്യക്കാഴ്ച, നടപ്പുരമേളം എന്നിവയ്ക്ക് ശേഷം രാത്രി പൂരം എഴുന്നള്ളിക്കും. ആനകളുടെ എഴുന്നള്ളിപ്പ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇക്കുറി ആവർത്തിക്കില്ലെന്നും വിവിധ കമ്മിറ്റികളുടെ യോഗം അഭിപ്രായ സമന്വയത്തിലാണ് അവസാനിച്ചതെന്നും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KR അനൂപ്, സെക്രട്ടറി CM അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി TC സജീവ്, ഭരണസമിതി അംഗങ്ങളായ CK ഷാജി, VV വിബീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടങ്ങോട് പാറപ്പുറത്തു നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് കാണാതായ പ്രദേശവാസിയായ കരുവാത്ത് വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം. കൃഷ്ണൻ തൂങ്ങി മരിച്ചതാകാമെന്നതിനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ തലയോട്ടി കണ്ടത്. പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടിയെത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത്. മരം മുറിക്കുന്ന സമയത്ത് കയറ് വെച്ചിട്ടാൻ പോയപ്പോ കണ്ടതാണ്. അപ്പൊ എല്ലിന്റെ കഷ്ണം, തലയോട്ടി, പിന്നെ എല്ലിന്റെ കഷ്ണങ്ങൾ കണ്ടു. പിന്നെ കുറച്ച് അത് നോക്കിയപ്പോ കവറ് കിട്ടി. അതില് ബാങ്ക് പാസ്ബുക്കും ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറമ്പിൻ്റെ ഉടമസ്ഥനെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിച്ചു. അപ്പൊ പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹം അവിടുന്ന് ഒരു ഏകദേശം 3 മാസത്തിനടുത്തായിട്ട് മിസ്സിംഗ് ആണ്. ആള് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അന്വേഷണം കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പോവാവുന്ന സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെ തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ഇത് നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് ചെരുപ്പും ഇതൊക്കെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ആളുടെ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു. ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് തലയോട്ടി കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി. ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറിന്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട്. മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവുമുണ്ട്. പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് പന്നിയും കുറുനരി, നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയത് എന്നാണ് കരുതുന്നത്. കൃഷ്ണന്റെ ഭാര്യ ശാരദ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു. അഭിലാഷാണ് മകൻ. കൃഷ്ണന് ഇവരെ കൂടാതെ പാലക്കാട് മറ്റൊരു ഭാര്യയും മക്കളുമുണ്ട്. ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ. വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരാറുള്ളത്. അതുകൊണ്ടുതന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. സയന്റിഫിക് ഓഫീസർ MS ഷംന, ഫിംഗർ പ്രിന്റ് ഇൻസ്പെക്ടർ KP ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കടപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊട്ടാപ്പ് ബീച്ചിൽ തീരോത്സവത്തിന് തുടക്കമായി. സാംസ്കാരിക സംഗമം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്തിലെ ടൂറിസം വികസിപ്പിക്കുന്നതിലും പ്രദേശത്തെ സംസ്കാരം ഉയർത്തുന്നതിലും നാടിന്റെ മതമൈത്രി ഉറപ്പാക്കുന്നതിനും തീരോത്സവം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. KD വീരമണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, സെക്രട്ടറി ഇൻചാർജ് റാഫി, ശിവജി ഗണേശൻ,
സി മുസ്താഖ് അലി, PM മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും ഉണ്ടായി. കാരണം ഓരോ ടൂറിസം ഡെസ്റ്റിനേഷൻസും ഡെവലപ്പ് ചെയ്യുന്ന ഇതുപോലത്തെ ഓരോ ആക്ടിവിറ്റീസ് ശേഷമാണ് ഞാൻ മനസ്സിലായത് ഈ ബീച്ച് നല്ലൊരു ബീച്ചായിട്ടും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ബീച്ച് ഫെസ്റ്റിന് ശേഷമാണ്. ആ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് കൂടുതൽ പേരിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലമുള്ളതും അതിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുകയും സാധിച്ചു. മുഖ്യമന്ത്രി ഇപ്പോൾ ഹിന്ദു വർഗീയ കാർഡ് കളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന വി ബൽറാം അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വർഗീയ കാർഡിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. ആശയപരമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. വർഗീയ ശക്തികളോടാണ് ഏറ്റുമുട്ടുന്നത്. അന്തിമ വിജയം കോൺഗ്രസിനുള്ളതാണെന്നും ചെന്നിത്തല പറഞ്ഞു. RSSന്റെയും BJPയുടെയും രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ആത്യന്തിക വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെയാണ്. കാരണം കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യ എന്ന ആശയത്തെയാണ്. The idea of India is on threat. ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന ഐഡിയ മതരാഷ്ട്രമല്ല. ഇന്ത്യ എന്ന ഐഡിയ മതരാഷ്ട്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിവിധ ജാതികൾ, വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ അനുഷ്ഠാനങ്ങൾ, ഭക്ഷണ രീതികൾ, വേഷവിധാനങ്ങൾ എല്ലാമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യ എന്ന ആശയം. ആ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാനാണ് BJP RSS ശ്രമിക്കുന്നത്. വി ബൽറാമിന്റെ സ്മരണയ്ക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള ബൽറാം സ്മൃതി പുരസ്കാരം TN പ്രതാപന് സമ്മാനിച്ചു. പുരസ്കാരമായി ലഭിച്ച 50,000 രൂപ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രതാപൻ കൈമാറി. സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൂടെ നടന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തി. കാപട്യ രാഷ്ട്രീയം കാരണം രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് വരെ വിചാരിച്ചിരുന്നുവെന്നും പ്രതാപൻ വൈകാരികമായി പറഞ്ഞു. അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. അനിൽ അക്കര, PT അജയ് മോഹൻ, CC ശ്രീകുമാർ, ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി, അരവിന്ദൻ പല്ലത്ത, KP ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയലിൻ കലാകാരി ഗംഗാ ശശിധരനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ അജിത CV, പ്രധാന അധ്യാപിക സുമംഗലി AV, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്നും 8 കോടി രൂപ അനുവദിച്ച് ആരംഭിച്ച താമരപ്പള്ളി ചൊവ്വലൂർപ്പടി റോഡിന്റെ ബിറ്റുമിൻ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. താമരപ്പള്ളിയിൽ നിന്നും കോൺക്രീറ്റിംഗ് ആരംഭിച്ച റോഡിന് 6.7 കിലോമീറ്റർ ദൂരവും ശരാശരി 5.5 മീറ്റർ വീതിയുമാണുള്ളത്. ആകെയുള്ള 8 കൾവെട്ടുകളിൽ 3 കൾവെട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. റോഡ് ഉയർത്തുന്നതും കാനയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ച ശേഷമാണ് ടാറിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന കൾവെട്ടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ടാറിംഗിനു ശേഷം നടത്തും. ഒരാഴ്ചയ്ക്കകം ടാറിംഗ് പൂർത്തീകരിക്കുമെന്നും MLA റോഡ് പ്രവൃത്തികൾ സന്ദർശിച്ച് വിലയിരുത്തിയതിനു ശേഷം അറിയിച്ചു. പൂവത്തൂർ മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിന്റെ കാനകളുടെ പ്രവൃത്തി ആരംഭിച്ചു. പൂവത്തൂരിൽ നിന്നാണ് തുടങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടാറിംഗ് ആരംഭിക്കും. മാമ ബസാറിനടുത്ത് ഒരു കൾവെട്ടാണ് നവീകരിക്കാനുള്ളത്. പ്രദേശത്ത് റോഡ് ഉയർത്തി വെള്ളക്കെട്ട് ഒഴിവാക്കും. ഈ പ്രവൃത്തിയും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും MLA അറിയിച്ചു. ഉൾക്കൊള്ളിച്ചുകൊണ്ട് 8 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ്. അതിൻ്റെ സൈഡ് കെട്ടി റോഡ് ഉയർത്തുന്ന പ്രവർത്തനം, ചില കൾവെട്ടുകൾ പൊളിച്ച് പണിയേണ്ട പ്രവർത്തനം, DMBC നിലവാരത്തിൽ ടാറിംഗ് പ്രവർത്തനം, അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് സമയബന്ധിതമായി തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ള നടന്നു വരികയാണ്. ഇതിൻ്റെ BM വർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. അത് കഴിഞ്ഞ് കൽവെട്ടിൻ്റെ പണി കഴിഞ്ഞാൽ DC വർക്കും കഴിഞ്ഞാൽ ഈ റോഡ് ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡായിട്ട് മാറാൻ പോവുകയാണ്.
അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ 10-ന് CCTV കോൺഫറൻസ് ഹാളിലാണ് പുസ്തക പ്രകാശനം. സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിക്കും. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ പുസ്തകം ഏറ്റുവാങ്ങും. ചടങ്ങിൽ AV വല്ലഭൻ, PRN നമ്പീശൻ, പെരിങ്ങോട് ശങ്കരനാരായണൻ, PJ സ്റ്റൈജു, AD ആൻഡോ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ തുടങ്ങിയവർ സംബന്ധിക്കും. BSNL-ൽ നിന്നും സബ് ഡിവിഷണൽ എഞ്ചിനീയറായി വിരമിച്ച അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. കൂനമുച്ചി അക്ഷരശ്ലോകവേദി, ചെറുവള്ളൂർ അക്ഷരശ്ലോക സമിതി, അരിയന്നൂർ അക്ഷര കലാക്ഷേത്രം തുടങ്ങിയവയിൽ സജീവമാണ്. 100 പൂക്കൾ, സഹസ്രദളം, ഭാഷാ നാരായണീയം, ഭർതൃഹരി പരിഭാഷ, സാരസ്വതം തുടങ്ങിയ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്രകാശനം ചെയ്യാനിരിക്കുന്ന നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ തികഞ്ഞ കാവ്യഗുണങ്ങളുള്ള മൂലകൃതിയോട് നീതി പുലർത്തുന്ന വിവർത്തനമാണ്. സൗപർണിക, വൈഷ്ണവം, NK ദേശം സ്മാരക അക്ഷകക്കേളി, സാഹിതിരത്നം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ എഴുത്തുകാരന്റെ സർഗശക്തിയുടെ സൽഫലമാണ് നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷ. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള വടക്കാഞ്ചേരി റോഡിലെ സെന്റ് ജോർജ് കുരിശുപള്ളിയിലെ നവീകരിച്ച പ്രാർത്ഥനാലയത്തിൽ അഗ്നിബാധ. കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ നവീകരണം പൂർത്തിയായ കുരിശുപള്ളിയുടെ മുന്നിലെ ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വടക്കാഞ്ചേരി റോഡ് വഴി കുന്നംകുളത്തേക്ക് വരികയായിരുന്ന അയ്യപ്പ ഭക്തന്മാർ സംഭവം കണ്ട് ബസ് സ്റ്റാൻഡ് യൂണിയൻ തൊഴിലാളികളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവരെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 1 വർഷം മുമ്പാണ് കുരിശുപള്ളി നവീകരിച്ചത്. പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് ബോർഡിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടോ പ്രാർത്ഥനാലയത്തിൽ കത്തിച്ചുവെക്കുന്ന മെഴുകുതിരികളിൽ നിന്നോ ആവാം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ സ്ഥാപിച്ചിരുന്ന ഫോട്ടോകൾ, രൂപങ്ങൾ, സീലിംഗ് ഉൾപ്പെടെ എല്ലാം അഗ്നിക്കിരയായി. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. വിവരം അറിയിച്ചതിനനുസരിച്ച് വികാരി ഫാദർ വർഗീസിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, വിശ്വാസികൾ എന്നിവരെല്ലാം സ്ഥലത്തെത്തി. എരുമപ്പെട്ടി കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിലെ പരിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം പുതുക്കാട് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ബിജോയ് പൊൻപറമ്പിൽ നിർവഹിച്ചു. ലതീഞ്ഞ്, നോവേന, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് പുതുക്കാട് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട്, കൈക്കാരന്മാരായ ജോൺസൺ മേക്കാട്ടുകുളം, ജോസഫ് ചിറമൽ, റിജി ചെറുവത്തൂർ, തിരുനാൾ ജനറൽ കൺവീനർ റാഫി മേക്കാട്ടുകുളം എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്ലറ്റിക് ഫിയസ്റ്റ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. രാവിലെ സ്കൂൾ മൈതാനിയിൽ വർണ്ണാഭമായ ബാൻഡ് മേള അകമ്പടിയോടെ മാർച്ച് പാസ്റ്റ് നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSCയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഓഫീസർ KU വിജയകൃഷ്ണൻ പതാക ഉയർത്തിക്കൊണ്ട് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ്, ബ്ലൂമിംഗ് ബഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകരായ ഷാൻഡി സനൂപ് എന്നിവർ സംബന്ധിച്ചു. കായിക അധ്യാപകനായ ജിഷ്ണു VM, ഫെറിക് ജോർജ് പീറ്റർ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീനിവാസ് MG എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. പോൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൈക്കോളജിസ്റ്റും ട്രെയിനറുമായ ഡോക്ടർ ബിനോജ് ക്ലാസ് നയിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, ദീപ ടീച്ചർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ആൽബർട്ട് തമ്പി, അബൂബക്കർ, റിയാസുദ്ദീൻ, പ്രീതി, സിജി, ധന്യ, സമീന, ബബിത എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ പുന്നൂർ പഞ്ചായത്തിലെ 6 വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ശാസ്ത്രമേളയിൽ A ഗ്രേഡ് നേടിയ 1 വിദ്യാർത്ഥിക്കും പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MK അർഫാത്ത്, രജനി ടീച്ചർ, സെലീന നാസർ, പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, VO ശശിധരൻ TB എന്നിവർ സംസാരിച്ചു.
ദേശീയ സേവാഭാരതി പെരിങ്ങന്നൂർ ആസ്ഥാനമായി സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ ആനന്ദാശ്രമം എന്ന പേരിലുള്ള സേവാകേന്ദ്രം ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിഥാനി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പ്രൊഫസർ VT രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റ് ചെയർമാനും ബാലവികാസ് സമന്വയ സമിതി കേരളത്തിന്റെ ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് K. പീതാംബരൻ അധ്യക്ഷത വഹിക്കും. കേരള ഉത്തര പ്രാന്ത സഹസേവാ പ്രമുഖ് കോമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള സേവാ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് സദാശിവ മാധവ സേവാ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K. പീതാംബരൻ, നിർമ്മാണ സമിതി ചെയർമാൻ KP അശോക് കുമാർ, ജനറൽ കൺവീനർ K. വേണുഗോപാൽ, സമിതി അംഗം VR രാഹുൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ബാലസദനം കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുകയും ഏകദേശം 20ഓളം കുട്ടികൾ ഇപ്പോൾ അവിടെ നിലവിൽ വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ അവരെ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഏകദേശം 300ഓളം വീടുകളിലെ സേവാഭാരതി ആംബുലൻസ്, നേഴ്സ്, ഒരു അസിസ്റ്റന്റ് എന്നിവരുടെ സഹായത്തോടെ രോഗികളെ ചികിത്സിച്ചു വരുന്നു. കണിപ്പയൂർ ഐക്യ ആർട്ട് ഫാമിൽ സെറാമിക് മൺപാത്ര ശില്പശാലയ്ക്ക് തുടക്കമായി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ശില്പശാല നടക്കുന്നത്. മുംബൈയിൽ നിന്നുള്ള ലോകപ്രശസ്ത സെറാമിക് ആർട്ടിസ്റ്റ് നേഹ പുൽവാർ ആണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. മൺപാത്ര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സുസ്ഥിര ജീവിതമാർഗമുണ്ടാക്കുക എന്നതാണ് ശില്പശാലയുടെ പ്രധാന ഉദ്ദേശം. ബിബുരാജ്, ദീപക് വേങ്കട, ഡോക്ടർ അജിത്, ഡോക്ടർ ബീനാകുമാരി, ആർട്ടിസ്റ്റ് ഗോപികൃഷ്ണൻ, സുഭാഷ് പി തങ്കൻ, കൃഷ്ണൻ കിടങ്ങൂർ, ബാബുരാജ് എന്നിവരാണ് മുഖ്യ സംഘാടകർ. ക്ലേ വർക്ക്ഷോപ്പിന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ആധുനിക തരത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ അതിൻ്റെ ശില്പ മേന്മ കൊണ്ടുവരാവുന്ന രൂപത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. To the roots of our culture and heritage. There are so many camps, there are so many art workshops happening everywhere in the world. Today, we look at the world, the whole world is full of crisis. We have lost our humanity. That is the main thing, intention that whatever workshop we conduct here is to distress the people. A lot of people are interested. As you can see, a lot of students and participants have come here. So they want a different voice through clay. They want to express through clay in their various ways. Maybe after 2-3 more of these sessions, we will introduce glazing as well. The more advanced technique and decoration techniques as well. ശില്പശാലയ്ക്കായി ചൂളയടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള NGO ആയ ഐക്യ ആർട്ട് ഫാം പെർഫോമിംഗ് ആർട്സ്, വിഷ്വൽ ആർട്സ്, ഹോളിസ്റ്റിക് വെൽനസ്, ഗ്രീൻ ആർക്കിടെക്ചർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പ്രവർത്തനം നടത്തിവരുന്നത്. പുന്നൂർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 99ാം വാർഷികാഘോഷം സയനോര 2025 നടന്നു. അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും 100ാം വാർഷിക പ്രഖ്യാപനവും പ്രതിഭകളെ ആദരിക്കലും ഇതോടൊപ്പം നടന്നു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മുഖ്യാതിഥിയായി പ്രധാന അധ്യാപിക NK സുധ റിപ്പോർട്ട് അവതരണം നടത്തി. PTA പ്രസിഡന്റ് V താജുദ്ദീൻ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ്, സ്കൂൾ പ്രിൻസിപ്പാൾ PS സന്തോഷ്, SSG സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, VC രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ TB ബിന്ദുവിനും VM ഷാജിക്കും ചടങ്ങിൽ യാത്രയപ്പ് നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. വേലൂർ പഞ്ചായത്തിലെ കർഷക ഗ്രാമസഭ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ RP അഞ്ജന കാർഷിക പദ്ധതികൾ വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിതരണത്തിനെത്തിയ പച്ചക്കറി വിത്തുകളുടെ പാക്കറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. അനട്ടിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പമ്പ് ഉപയോഗിക്കുന്ന കർഷകർക്ക് സൗജന്യമായി സോളാർ സ്ഥാപിച്ചു കൊടുക്കുന്ന പദ്ധതിയെക്കുറിച്ച് ക്ലാസ് നടത്തി.
മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ക്യാപ്പിംഗ് സെറമണി നടത്തി. വ്യാസ NSS കോളേജ് പ്രൊഫസർ കെ പ്രദീപ് കുമാർ പുതിയ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്ക് ക്യാപ്പിംഗ് നടത്തി. പ്രധാന അധ്യാപിക കെ ഗിരിജ ആശംസകൾ നേർന്നു. ചടങ്ങിൽ സീനിയർ അധ്യാപിക സി ജ്യോതി, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്ന അനിത, MS ശ്രീലക്ഷ്മി എന്നിവരും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഹസനമായിക്കൊണ്ടിരിക്കുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ബൽറാം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കുന്നംകുളം താലൂക്ക് സമ്മേളനം ചൂണ്ടലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൂർത്ത് വർദ്ധിക്കുന്നതോടൊപ്പം പൊതുകടവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ പൊതുകടം ഇപ്പോൾ 4.5 ലക്ഷത്തോളമായി. ഓരോ മാസം കഴിയുന്തോറും 5000 കോടിയാണ് കടം കൂടുന്നത്. ഇതിന്റെയൊക്കെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ വെട്ടിച്ചുരുക്കി ഒരു ഗവൺമെൻറ് ജനദ്രോഹത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതാ നിയമസഭയിൽ ഒരു പുതിയ ബജറ്റൊക്കെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ബജറ്റുകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ബജറ്റ് ദിവസം ധനമന്ത്രി വലിയ രീതിയിലുള്ളൊരു പ്രസംഗമൊക്കെ നടത്തി ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് പൊടിയും തട്ടിയും പോകും. സംഘടനയുടെ താലൂക്ക് പ്രസിഡന്റ് MD ജോസഫ് പതാക ഉയർത്തിയതിനുശേഷം ചൂണ്ടൽ ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല എയ്ഡഡ് ടീച്ചേഴ്സ് സഹകരണ സംഘം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ MD ജോസഫ് അധ്യക്ഷനായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഘടനാ അംഗങ്ങളായ K ശൈലജ, M ചന്ദ്രശേഖരൻ, TS ഉഷ, VM സുരേഷ് എന്നിവർക്ക് ജില്ലാ പ്രസിഡന്റ് ഉപഹാരം സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ സംഘടനാംഗങ്ങളുടെ മക്കൾക്ക് ജില്ലാ സെക്രട്ടറി PR പ്രമോദ് ഉപഹാരം സമ്മാനിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ TO സേവി, റീന പോൾ, CD സൈമൺ, CL രംഗീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ കൈപ്പള്ളി റിട്ടേണിംഗ് ഓഫീസറായി. താലൂക്ക് സെക്രട്ടറി സുനിത ജോഷി സ്വാഗതവും ട്രഷറർ VF ജോസഫ് നന്ദിയും പറഞ്ഞു. ആളൂർ ഇടവക ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷം. ശനിയാഴ്ച രാവിലെ 6:15 ആഘോഷമായ പാട്ടുകുർബാന, പ്രബോധനം, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം അമ്പ് വളവെഞ്ചിരിച്ച് യൂണിറ്റുകളിലേക്ക് എത്തിക്കുകയും കൂട് തുറക്കലും നടന്നു. തുടർന്ന് തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെ കാഴ്ച സമർപ്പണം നടന്നു. രാത്രി അമ്പ് പള്ളിയിലെത്തിയതിനു ശേഷം സംയുക്ത ബാൻഡ് മേളവും വർണ്ണാഭമായ വെടിക്കെട്ടുമുണ്ടായി. ഞായറാഴ്ച രാവിലെ 10 പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ചിയാരം ഗലീലി ആശ്രമത്തിലെ ഫാദർ ജിയോ ഫ്രാൻസിസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രബോധനവും വൈകിട്ട് 4:30 കുന്നംകുളം സെന്റ് ജോർജ് ആശ്രമത്തിലെ ഫാദർ രഞ്ജിത്ത് അത്താണിക്കലിന്റെ നേതൃത്വത്തിൽ പാട്ടുകുർബാന, തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടാകും. തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യയുടെ കിടിലം ഹാസ്യമാന്ത്രികം ഡ്രമാറ്റിക് മെഗാ ഷോയും നടക്കും. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് സർവീസ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ കണ്ണ് പരിശോധന നടത്തി. കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണട നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം ഗേൾസ് സ്കൂളിലെ ചൊവ്വന്നൂർ BRC കേന്ദ്രത്തിൽ നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ നിർവഹിച്ചു. പ്രദേശത്തെ 16 ലയൺസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ BRCയുടെ സഹകരണത്തോടെ 50 സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 500 കുട്ടികൾക്കാണ് കണ്ണട നൽകിയത്. ലയൺസ് വിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രദീപ് മേനോൻ അധ്യക്ഷനായ ചടങ്ങിൽ ലയൺസ് ഇന്റർനാഷണൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ C ജോസഫ് ജോൺ മുഖ്യാതിഥിയായിരുന്നു. ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ്, CK അപ്പുമോൻ, ലിജി ജോർജ് കുട്ടി, ഗിൽബർട്ട് എസ് പാറമേൽ, CJ ജോബി, ഡോക്ടർ റോമിയോ ജെയിംസ് എന്നിവർ സംസാരിച്ചു. കാടും വേണം നാടും വേണമെന്ന ജനകീയ അഭിപ്രായത്തെ മുൻനിർത്തി വന നിയമ ഭേദഗതി പിൻവലിച്ച പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് KK സതീശൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ട്രഷറർ M പീതാംബരൻ, MV പ്രശാന്തൻ, KB ജയൻ, MM മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ചൊവ്വന്നൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS സുമേഷിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ചിത്ര വിനോഭാജി ഉദ്ഘാടനം ചെയ്യും. പബ്ലിക് ഹിയറിംഗിന് ഹൗസിംഗ് എക്സ്റ്റൻഷൻ ഓഫീസർ നാസു M അധ്യക്ഷനാകും. സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ശ്രീതു PN റിപ്പോർട്ട് അവതരിപ്പിക്കും.
ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് BDO KM വിനീത് ചർച്ചയ്ക്ക് മറുപടി നൽകും. എരുമപ്പെട്ടി മങ്ങാട് RCC LP സ്കൂളിലെ 105-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. ശരവണൻ പെരിങ്ങോട് വിശിഷ്ടാതിഥിയായി. പ്രധാന അധ്യാപിക CD മിനി, TM ഷൈനി, ഷീജ സുരേഷ്, മാഗി അലോഷ്യസ്, CN ഫ്രാൻസിസ്, ജോയ്സി ജോൺസൺ, KG ബേബി, PB പുരുഷോത്തമൻ, C. സബിത, PP ആവണി, പ്രിയ ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും ഉണ്ടായി. കുന്നംകുളം വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ 31ാം സമ്മേളനം നടന്നു. കുന്നംകുളം തെക്കേക്കരഹാൾ പരിസരത്ത് ചന്ദ്രൻ നഗറിൽ അസോസിയേഷൻ പ്രസിഡന്റ് ES സദാനന്ദൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ രക്ഷാധികാരി TD വർഗീസ് അനുശോചനവും അനുസ്മരണവും നടത്തി. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സെക്രട്ടറി റോയ് കൊച്ചുണ്ണി റിപ്പോർട്ടും ട്രഷറർ VK ജോസ് വരവ് ചെലവ് കണക്കും ഓഡിറ്റർ TD വർഗീസ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച, ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പൊതുസമ്മേളനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ES സദാനന്ദൻ അധ്യക്ഷനായ യോഗത്തിൽ സെക്രട്ടറി റോയ് കൊച്ചുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്ഷാധികാരി TD വർഗീസ് അനുസ്മരണം നടത്തി. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ അവാർഡ് ദാനവും സഹായ വിതരണവും നിർവഹിച്ചു. BJP OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. യോഗത്തിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലെ സജി പുലിക്കോട്ടിൽ ഇൻഷുറൻസ് വിശദീകരണം നടത്തി. കുന്നംകുളം ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ KU വിജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ES സദാനന്ദൻ ഉപഹാര സമർപ്പണം നടത്തി. യോഗത്തിന് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി PB ജിനീഷ് നന്ദി പറഞ്ഞു. പൂക്കാസ പന്നിത്തടം മേഖലാ കമ്മിറ്റിയും മരത്തങ്കോട് UP സ്കൂൾ ലൈബ്രറിയും സംയുക്തമായി നമ്മളറിഞ്ഞ MT എന്ന വിഷയത്തിൽ ക്വിസ് മത്സരവും MTയുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വായനാക്കുറിപ്പ് മത്സരവും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലൈലിക ഫാദർ സജി കുളങ്ങാട്ടിൽ, പൂക്കാസ പന്നിത്തടം മേഖലാ സെക്രട്ടറി പോൾസൺ താം, വിജയൻ, AS സുബിൻ, KR രനേഷ് എന്നിവർ നേതൃത്വം നൽകി. ക്വിസ് മത്സരത്തിൽ VM ആരിഫയും വായനാക്കുറിപ്പ് മത്സരത്തിൽ ദിൽന ഫാത്തിമയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവ്യറിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം അമല മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി പെരിഞ്ചേരി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ശനിയാഴ്ച കാലത്ത് 6:30 കൂടു തുറക്കൽ ശുശ്രൂഷ, തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ് വള എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയും നടന്നു. വികാരി ഫാദർ ഷിൻഡോ പാറയിൽ മുഖ്യ കാർമ്മികനായി. രാത്രി വിവിധ കമ്മിറ്റികളുടെ അമ്പ് വള പ്രദക്ഷിണം നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റ്യൻ പുന്നാലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 ലതീഞ്ഞ്, നോവേന എന്നിവയെ തുടർന്ന് ഭക്തിസാന്ദ്രമായ അങ്ങാടിച്ചുറ്റി തിരുനാൾ പ്രദക്ഷിണം നടക്കും. പ്രദക്ഷിണത്തിന് ശേഷം പള്ളിയിലെത്തി തിരുശേഷിപ്പ്, ആശീർവാദം, പിന്നീട് വർണ്ണമഴയും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ സെമിത്തേരിയിൽ ഇടവകയിലെ മരിച്ചുപോയവർക്കുള്ള ഓപ്പീസ്, വൈകിട്ട് 7 മണിക്ക് ചിറയൻകീഴ് അനുഗ്രഹയുടെ ചിത്തിര എന്ന നാടകത്തിന്റെ അവതരണവും നടക്കും. തിരുനാളിന് ജനറൽ കൺവീനർ ഗ്രേഷ്യസ് ഫ്രാൻസിസ് കുറ്റിക്കാട്ട്, കൈക്കാരന്മാരായ പോളി കുറ്റിക്കാട്ട്, റിൻഡോ കുറ്റിക്കാട്ട്, ലെനിൻ കുറ്റിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. സംസ്കാര GCC പുന്നൂർകുളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച VP മാമു സ്മാരക ഭവൻ സമർപ്പണം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UAE, കുവൈത്ത്, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, മലേഷ്യ എന്നിവിടങ്ങളിലുള്ള 157 അംഗങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരണം നടത്തി ഉപ്പുങ്ങൽ റോഡ് പരിസരത്ത് 3.25 സെന്റ് സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവഴിച്ച് 1450 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് VP മാമു സ്മാരക ഭവൻ നിർമ്മാണം പൂർത്തീകരിച്ചത്. സമർപ്പണത്തിന് ശേഷം മുക്കണ്ടത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഷ്റഫ് അബൂബക്കർ അധ്യക്ഷത വഹിക്കും. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തും. NK അക്ബർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഗായകൻ അലോഷി നയിക്കുന്ന ഗസൽ സന്ധ്യയും ഉണ്ടാകുമെന്ന് വി ഷഹീൽ, അഷ്റഫ് ഊക്കയിൽ, മൂസക്കുട്ടി AEO, നസീർ പുന്നൂക്കാവ്, രഘുനാഥ് മപ്പാല തുടങ്ങിയവർ അറിയിച്ചു. വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി.
വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക, വ്യാപാരി ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് കുന്നംകുളത്ത് സ്വീകരണം നൽകിയത്. വടക്കാഞ്ചേരി റോഡിൽ വെച്ച് സംഘടനയുടെ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ നടന്ന പൊതുയോഗത്തിൽ സംഘാടക സമിതി രക്ഷാധികാരി AC മൊയ്തീൻ MLA ജാഥ ക്യാപ്റ്റൻ ES ബിജുവിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഹാരാർപ്പണം നടത്തി. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ ES ബിജു മറുപടി പ്രസംഗം നടത്തി. സ്വീകരണ യോഗത്തിൽ PM സുരേഷ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി സമിതി കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി TC ചെറിയാൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ P ഗോപിനാഥ്, മാനേജർ S ദിനേശ്, അംഗങ്ങളായ KM ലെനിൻ, V പാപ്പച്ചൻ, MP അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ J തലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ജാഥയുടെ സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ജാഥയോടനുബന്ധിച്ച് ഫെബ്രുവരി 13-ന് പാർലമെന്റ് മാർച്ചും ധർണയും നടക്കും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. റെയിൽവേ സ്റ്റേഷൻ റോഡ് പരിസരത്തെത്തിയ ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് EMS സ്ക്വയറിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം നടത്തി. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന 214 വ്യാപാരികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഥ ക്യാപ്റ്റന് നിവേദനം നൽകി. കൺവീനർ ജോഫി കുര്യൻ, CD ജോൺസൺ, PA അരവിന്ദൻ, TK പരമേശ്വരൻ, NS സഹദേവൻ, MK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. കരിക്കാട് CMLP സ്കൂളിൽ നിന്നും വിരമിച്ച സംഗീതാധ്യാപികയായ സുഭദ്ര ടീച്ചറുടെ 100ാം പിറന്നാൾ സ്കൂളിൽ ആഘോഷിച്ചു. വാർഡ് മെമ്പർ ഉഷ ശശികുമാർ അധ്യക്ഷയായ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 100ന്റെ നിറവിലെത്തിയ സുഭദ്ര ടീച്ചറെ പൊന്നാട അണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക ഷൈനി ടീച്ചർ, മാനേജർ PT ടെറിഷ്, വാർഡ് മെമ്പർ സൗദ അബൂബക്കർ, PTA പ്രസിഡന്റ് ഷബീർ, PTA MPTA OSA അംഗങ്ങൾ, സ്കൂളിലെ വിരമിച്ച അധ്യാപകർ, വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സദ്യയും ഒരുക്കിയിരുന്നു. സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന പ്രമേയത്തിൽ പെരുമ്പടപ്പ് റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ പെരുമ്പടപ്പ് താഴേപ്പാറ റൈറ്റ്സ് സെന്ററിൽ സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിഷ മുസ്തഫ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. റൈറ്റ്സ് പ്രസിഡന്റ് V ഹസൻകുട്ടി അധ്യക്ഷനായിരുന്നു. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഖാലിദ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK സുബൈർ പാലിയേറ്റീവ് സന്ദേശം നൽകി. വന്നേരി NSS ഇൻചാർജ് അൻവർ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റൈറ്റ്സ് ജനറൽ സെക്രട്ടറി ദിനേശ് C സ്വാഗതവും ഷാഹിദ അഷ്റഫ് നന്ദിയും പറഞ്ഞു. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ തൃശൂർ റീജിയൻ അമിഗോസ് കിഡ്സ് ഫെസ്റ്റിന് ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂൾ മാനേജർ RM ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ ഉദ്ഘാടനം ചെയ്തു. കരിമ്പന്നിത്തടം മുഖ്യാതിഥിയായി. 50ഓളം ഇനങ്ങളിലായി 800ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മുനീർ, വാര്യത്ത് മുഹമ്മദ് അലി, മുഹമ്മദ് ഷെരീഫ് ബുഖാരി, പ്രിൻസിപ്പാൾ PM ഹംസ, വൈസ് പ്രിൻസിപ്പാൾ രാജീവ് പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 18 ഷമീർ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ശനിയാഴ്ച രാവിലെ അഞ്ഞൂർ മുഖംമൂടിമുക്കിൽ നിന്നും ബൈക്ക് റാലി ആരംഭിച്ച് മണികണ്ഠേശ്വരത്ത് സമാപിച്ചു. തുടർന്ന് പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. CPM വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഷമീറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തി.
മണികണ്ഠേശ്വരത്ത് നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത്ത് പതാക ഉയർത്തി പുഷ്പചക്രം അർപ്പിച്ചു. ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ശിവദാസൻ, ഡിവൈഎഫ്ഐ നേതാവ് എറിൻ ആന്റണി, CPM വടക്കേക്കാട് ലോക്കൽ സെക്രട്ടറി ബിജു പള്ളിക്കര എന്നിവരും പുഷ്പചക്രം അർപ്പിച്ചു. ചാലിശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്തു. പൊതുവിപണിയിൽ 1500 രൂപ വരുന്ന കാലിത്തീറ്റ 50% കിഴിവിലാണ് ക്ഷീര കർഷകർക്ക് നൽകിയത്. ഇതിനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 14 ലക്ഷം രൂപ വകയിരുത്തിയാണ് ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ഒരുക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, വാർഡ് മെമ്പർ VS ശിവാസ്, സംഘം പ്രസിഡന്റ് PB സുനിൽ മാസ്റ്റർ, സെക്രട്ടറി ഷിബിൻ, ക്ഷീരകർഷകർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം പോർക്കുളം ചെറുവത്തൂർ ഐപ്പുണ്ണി മകൻ കൊച്ചു നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 12 മണിക്ക് പോർക്കുളം മാർ ആദാശ് ലീഹ പള്ളി സെമിത്തേരിയിൽ നടക്കും. മേരി ഭാര്യയും ഹേനു, സിനോ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി അങ്ങാടി കണനായ്ക്കൽ ചേറപ്പൻ മകൻ ജോസ് നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ഓമന ഭാര്യയും അജിത്ത്, സജിത്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം CPM-ന് പണമുണ്ടാക്കാനുള്ള വൻ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഇപ്പോൾ ഹിന്ദു വർഗീയ കാർഡ് കളിക്കുകയാണെന്നും ചെന്നിത്തല. പ്രസിദ്ധമായ പാർക്കാടിപ്പൂരം ഞായറാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരത്തിന്റെ വരവറിയിച്ച് വർണ്ണപ്പന്തലുകൾ ഒരുങ്ങി. പുരാഘോഷ കാഴ്ചകൾ ഉച്ചയ്ക്ക് 1:30 മുതൽ CCTV സിനിമ ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം ആസ്വദിക്കാം. കടങ്ങോട് പാറപ്പുറത്തു നിന്നും തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് കാണാതായ പ്രദേശവാസിയായ കരുവാത്ത് വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടിയും അസ്ഥികളുമെന്ന് നിഗമനം. അക്ഷരശ്ലോക വിദഗ്ധനും ഭാഷാ പണ്ഡിതനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം ഞായറാഴ്ച രാവിലെ 10-ന് CCTV കോൺഫറൻസ് ഹാളിൽ സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിക്കും. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ പുസ്തകം ഏറ്റുവാങ്ങും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.